പൊതുവെ മൊത്തത്തിലുള്ള ഒരു ധാരണയാണ് ചെറിയ റൂമാണെങ്കിൽ റൂം സെറ്റ് ആക്കാൻ കഴിയൂലെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ റൂമുള്ളവരാണ് റൂം സെറ്റ് ആക്കേണ്ടത്. കാരണം നല്ല സ്പേസ് ഉള്ളതായും തോന്നും, നല്ലൊരു ആംബിയൻസ് റൂമിന് കിട്ടണമെങ്കിൽ ചെറിയ റൂമുള്ളവർ റൂം സെറ്റ് ആക്കാൻ വേണം. നമ്മളിപ്പം ഒരു 3 റൂം സെറ്റ് പരിചയപ്പെട്ടു. ഒരു മീഡിയം റൂമിക്ക് പറ്റിയതും ചെറിയ റൂമിക്ക് പറ്റിയതും ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു വലിയ റൂമിക്ക് പറ്റിയ റൂം സെറ്റാണ് ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നമുക്ക് കാണാം. ഇനി 4 ഡോറിന് മാത്രമേ സ്പേസ് ഉള്ളൂ. ഡ്രസ്സിംഗ് ടേബിളിന് സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് 4 ഡോറാണ് അത്യാവശ്യം സൗകര്യം കിട്ടും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ഡോർമേൽ ചെയ്യാതെ ഒരു മിറർ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഡ്രസ്സിങ്ങിന്റെ ഉപയോഗം കിട്ടും ചെയ്യും, പിന്നെ 4 ഡോറിന്റെ സൗകര്യം കിട്ടും ചെയ്യും. ഇതൊരു 3 ഡോർ അർമറാണ് വരുന്നത്. അതിക്ക് ഒരു 2 ഫൂട്ടിന്റെ ഡ്രസ്സിങ്ങുമാണ് വരുന്നത്. ഇതൊരു ചെറിയ റൂമൊക്കെ ഒരു നോർമൽ സൈസുള്ള റൂമൊക്കെ ആണെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ ആണ്. 3 ഡോറും പിന്നെ ഡ്രസ്സിങ്ങും. ഇതാണ് നമുക്ക് ഏറ്റവും ചെറിയ റൂമിക്ക് പറ്റിയ ഒരു റൂം സെറ്റാണിത്. ഒരു 2 ഡോർ അർമറയും ഒരു ഡ്രസ്സിംഗ് ടേബിളും. ഇത് തന്നെ ഈ 2 ഡോർ അർമറിന് അത്യാവശ്യം നമുക്ക് സൗകര്യം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തട്ടും ഇതൊക്കെ ആയിട്ട് ഹാങ്ങിങ്ങും തട്ടും ലോക്കറും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സൗകര്യം തന്നെയാണ് ഈ 2 ഡോർ തന്നെ. ഇതിപ്പോൾ നമ്മൾ കട്ടിലിന് സ്റ്റോറേജ് കൊടുത്താണ്, 2 സ്റ്റോറേജാണ്. നമുക്ക് 4 സ്റ്റോറേജ് ആക്കി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അവിടെയും സ്റ്റോറേജ് ഒക്കെ ആക്കിയിട്ട് ഇതിന് അത്യാവശ്യം ഡ്രസ്സോ ബെഡ്ഷീറ്റോ ബെഡ് കവറോ തലേണേ അത്യാവശ്യം സ്റ്റോറേജ് തന്നെയാണ് ഇത്. അത്യാവശ്യം ഇതിൽ തന്നെ സ്ട്രോങ്ങിൽ തന്നെ അടിയൊക്കെ കവർ ചെയ്ത് അതിനും ചെറിയ റൂമാണെങ്കിൽ നമുക്ക് മാക്സിമം ചെറിയ റൂമാണെങ്കിൽ ഇത് കട്ടിൽ നമുക്ക് 4 ഫൂട്ടാക്കാം, ഏറ്റവും ചെറിയ കട്ടിൽ. അങ്ങനെയൊക്കെ നമുക്ക് സൗകര്യം അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും റൂം സെറ്റ് നിങ്ങൾ ഒഴിവാക്കണ്ട, മാക്സിമം റൂം സെറ്റ് തന്നെ ആക്കി ഇട്ടാൽ എന്നാൽ റൂമിന് അത്യാവശ്യം സൗകര്യം ഉണ്ടാവും, നല്ലൊരു ആംബിയൻസും കിട്ടും. ഞങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ടൂർ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങളെ നമ്പർ ഈ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിന്. പിന്നെ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യാം, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.